ഹലോ എവരി വൺ. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഫോർത്ത് വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് √2 എന്നുള്ളത്, അല്ലെങ്കിൽ √3, √4 അല്ല, √5 ഇങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് റാഷണൽ, ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചേക്കുന്നതാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. ഓക്കെ, അപ്പോൾ ഇതിൽ റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p/q. ഓക്കെ, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, അതായത് പിയും ക്യൂവും ഏതെങ്കിലും ഒരു സാധാരണ നമ്പർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് p/q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 എന്നുള്ള റാഷണൽ നമ്പറാണ്. കാരണം എന്താണ്, നമുക്കതിനെ 5/1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി 0.5 എന്നുള്ളതും റാഷണൽ നമ്പറാണ്. കാരണം 0.5ന് നമുക്ക് എന്ത് എഴുതാം, 5/10 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം 5/10 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് വന്നിട്ട് അത് 0.5 ആകും. ഓക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ 5/10ന് നമുക്ക് ഇങ്ങനെ എഴുതാം, രണ്ടിടത്തും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് വരും. ഡിനോമിനേറ്ററിലും 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 1/2 കൂടിയാണ്. ഓക്കെ, അപ്പോൾ 0.5ന് വേണമെങ്കിൽ 5/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ 50/100 എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ബട്ട് ഈ ഒരു p/q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തായാലും റാഷണൽ നമ്പറായി. ഓക്കെ, ഇനി ഈ 5/10ഉം 1/2 നോക്കുവാണെങ്കിൽ ഈ 1/2 എന്ന് പറയുമ്പോൾ ഇതിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, 1ഉം 2ഉം വേറെ ഡിവൈഡ് ചെയ്യാനായിട്ട് കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. ബട്ട് 5ഉം 10ഉം ആണെങ്കിലോ കോമൺ ഫാക്ടർ 5 ഉണ്ട്. ഓക്കെ, 5 വെച്ച് നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോമൺ ഫാക്ടർ ഇല്ലാത്തതിന് നമ്മൾ പറയുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്നാണ്. ഓക്കെ, ആ ഒരു ടേം നമുക്കിവിടെ ആവശ്യം വരും. അപ്പോൾ കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. 1 കോമൺ ഫാക്ടർ ആയിരിക്കും എന്തായാലും, കാരണം ഏത് നമ്പറിനെയും 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. പക്ഷേ വേറെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. ഓക്കെ, നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോപ്രൈം നമ്പേഴ്സ് വെച്ചിട്ടുള്ളൊരു ഫ്രാക്ഷനായിട്ട് വേണം കഴിയുന്നതും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ 0.812. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പറും ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, 812 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം ഇവിടെ ഈ ഡെസിമൽ ഒരു ഈ 8ൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 10 വേണം, പിന്നെ 1ൻ്റെ ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ അടുത്ത 10 വേണം. അപ്പോൾ ഒരു 10, സെക്കൻഡ് 10, പിന്നെ അത് കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ട് ഇവിടെ 2ടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 0 കൂടി വേണം. ഓക്കെ, അപ്പോൾ 1000. അപ്പോൾ 812 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത് 0.812 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അങ്ങനെ വേണമെങ്കിൽ ഒരു ഈ രണ്ട് കോപ്രൈം നമ്പേഴ്സിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഏതൊരു നമ്പറും ഇങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ അത് റാഷണൽ നമ്പേഴ്സാണ്. പക്ഷേ നമുക്ക് എപ്പോഴും എല്ലാ നമ്പേഴ്സും അങ്ങനെ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാത്ത എല്ലാ നമ്പറും ഇറാഷണൽ നമ്പേഴ്സാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇറാഷണൽ എന്ന് പറയുന്നത് ഇപ്പോൾ √2 അല്ലെങ്കിൽ √3. ഓക്കെ, ഇതെല്ലാം ഇറാഷണൽ നമ്പറാണ്. കാരണം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും ഇപ്പോൾ √2യുടെ വാല്യൂ വരാൻ പോകുന്നത് 1.414 എന്നും പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല. അതുപോലെ √3 ആണെങ്കിൽ 1.7 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇറാഷണലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ, അതിനെ പറയാൻ നോൺ ടെർമിനേറ്റിംഗ് എന്നാണ്.
ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുക എന്നർത്ഥം, അല്ലെങ്കിൽ തീരുക എന്നർത്ഥം. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും ഇർറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു തിയറം പഠിക്കാനുണ്ട്. ആ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു പി എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണെന്ന് വെച്ചോ. പി എന്നുള്ള ഒരു പ്രൈം നമ്പർ നമുക്കുണ്ട്. അതിനുശേഷം ഈ പി എന്ന് പറയുന്ന നമ്പറിന് ഒരു എ സ്ക്വയർ എന്ന് പറഞ്ഞ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഓക്കെ, എ സ്ക്വയർ എന്നുള്ള ഒരു നമ്പറിനെ പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ പി ക്യാൻ ഡിവൈഡ് എ. ഓക്കെ, എ സ്ക്വയറിനെ പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും എനെയും പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പോൾ 64. ഓക്കെ, 64 എന്ന് പറയുന്നത് ശരിക്കും 8 സ്ക്വയർ ആണ് അല്ലേ? 8 സ്ക്വയർ ആണ് 64. ഓക്കെ, അപ്പോൾ നമുക്കൊരു നമ്പർ കൺസിഡർ ചെയ്യാം. ഇവിടെ പി നമുക്ക് 4 ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ 4ന് 64ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്, 64 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 16 ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 64നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ 8നെയും 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ തിയറം പറയണത്. കാരണം നമുക്ക് 64നെ 8 സ്ക്വയർ എന്ന് എഴുതി അല്ലേ, അതായത് 8 × 8 എന്ന് എഴുതി. അപ്പോൾ ഈ നമ്പറിനെ മൊത്തത്തിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ അതിലൊരു നമ്പർ എടുത്താലും അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, കാരണം അവിടെ വേറെ ഫാക്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഈ തിയറം പറയുന്നത്. എ സ്ക്വയർ എന്നുള്ള നമ്പറിനെ പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനെയും പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 8 സ്ക്വയർ 64നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും 8നെയും 4 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു തിയറം ഓർത്തിരിക്കുക. കാരണം നമുക്കത് √2 ഇറാഷണൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയുടെ മെയിൻ കാര്യം ഇതായിരുന്നു, √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് √2 ഈസ് ഇറാഷണൽ. ഓക്കെ, അത് √2 മാത്രമല്ല, √3 ആയാലും √5 ആയാലും എല്ലാം നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് √2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ലെറ്റ് us assume √2 ഈസ് റാഷണൽ. ഓക്കെ, ഇങ്ങനെ അസ്യൂം ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസംഷൻ്റെ ബേസിസിൽ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യും. അപ്പോൾ ഫൈനലി ആ കാൽക്കുലേഷൻസിലൊരു മിസ്റ്റേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ മിസ്റ്റേക്ക് വരുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഈ ഒരു അസംഷൻ തെറ്റാണ്, അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാത്സിൽ കുറച്ചിങ്ങനെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മൾ എവിടെയോ ഒരു തെറ്റായ ഒരു അസംഷൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ √2 റാഷണൽ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ √2 റാഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √2 = a/b എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റാഷണൽ നമ്പറിനെല്ലാം നമുക്ക് p/q എന്നുള്ള ഫോമിൽ എഴുതാമെന്ന്. ഇവിടെ ഞാൻ p/qന് പകരം a/b എന്ന് യൂസ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ √2 = a/b എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുവാണ്. അപ്പോൾ √2യുടെ സ്ക്വയർ 2 എന്ന് വരും, എയുടെ സ്ക്വയർ a സ്ക്വയർ, ബിയുടെ സ്ക്വയർ b സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ബീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ 2 × b സ്ക്വയർ = a സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, b സ്ക്വയർ = a സ്ക്വയർ / 2 എന്ന് എഴുതാൻ പറ്റും. അതിനർത്ഥം എന്താണ്, ഈ a സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b സ്ക്വയർ എന്നുള്ളൊരു നമ്പർ കിട്ടും. ഓക്കെ, ഇതിൽ എയും ബിയും എല്ലാം ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. അപ്പോൾ
എയും ബിയും കോ പ്രൈമാണ്. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ എയും ബിയും കോ പ്രൈമാണ്, അതായത് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ എഴുതിയില്ലായിരുന്നോ 1/2 എന്നുള്ള ഈ ഒരു ഫോമിലാണ്. ഓക്കെ, വേറെ ഇപ്പോൾ 5/10 എന്നുള്ള ഫോം അല്ല, കാരണം 5/10 നമുക്ക് വേറെ കോമൺ ഫാക്ടർ ഉണ്ട്. രണ്ട് നമ്പറിനും 5 കോമൺ ഫാക്ടറാണ്. ബട്ട് ഇത് 1/2 എന്നുള്ള ടൈപ്പാണ്, അതായത് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ b²=a²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ a² 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് b². ഓക്കെ, അപ്പോൾ നമ്മൾ അത് നേരത്തെ പഠിച്ച തിയറം. ഓക്കെ, a² 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് a² can be divided by 2. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് a can also be divided by 2. ഓക്കെ, a² 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത് നേരത്തെ പഠിച്ച തിയറാണത്. ഓക്കെ, അപ്പോൾ എനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? c=a/2 എന്ന് എഴുതാം. കാരണം എന്താണ്? എനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ, അത് c ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ c=a/2 എന്ന് വന്നു. ഇനി ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ എന്ത് കിട്ടും? c² a²/4 എന്ന് വരും. അതായത് 4 × c² a² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ a² ഇങ്ങനെ =4c² എന്നൊരു വാല്യൂ വന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു അല്ലേ, a² 2b² എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രണ്ടിടത്തും റൈറ്റ് ഹാൻഡ് സൈഡിൽ a² ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 2b² വാല്യൂം 4c² വാല്യൂം സെയിം ആയിരിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് എഴുതാം? ഇപ്പോൾ രണ്ടിടത്തു നിന്നും 2 ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ 2b²/4 =c². അതായത് എന്താണ്? c² ആ 2ഉം 4ഉം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 വരും, അപ്പോൾ b²/2 എന്ന് വന്നു. ഇതിൻ്റെ മീനിങ് എന്താ? b² 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് c² എന്നുള്ള നമ്പർ കിട്ടി. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? b² 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ 2 divides b². b² 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 divides b. അപ്പോൾ നമുക്കിവിടെ ഈ ബിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടി. അതുപോലെ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? എനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിവിടെ കിട്ടിയായിരുന്നു. ഓക്കെ, പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. കാരണം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തത് √2 റാഷണലാന്നുള്ള അസംഷനിൽ a/b എന്ന് എടുത്തപ്പോൾ എയും ബിയും കോപ്രൈമാന്നാണ് പറഞ്ഞത്. അതായത് എയും ബിയും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ലയെന്നായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷേ എന്തു പറ്റി? നമ്മൾ ചെയ്തു വന്നപ്പോൾ എക്കും ബിക്കും രണ്ടിനും 2 എന്നുള്ള ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേഷനിൽ കിട്ടി. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ ആ ഇനീഷ്യലി എടുത്ത അസംഷൻ തെറ്റായിരുന്നു. കാരണം √2 എന്നുള്ളതൊരു റാഷണൽ നമ്പർ അല്ല, അല്ലെങ്കിൽ √2നെ ഒരിക്കലും a/b എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ്? നമുക്ക് പ്രൂഫാണത് √2 ഇറാഷണൽ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? a and b have common factor 2. ഓക്കെ, അപ്പോൾ കോമൺ ഫാക്ടർ 2 ഉണ്ടെങ്കിൽ അതിനർത്ഥം അവർ കോപ്രൈം അല്ല. therefore they are not coprime. ഓക്കെ, അപ്പോൾ hence our assumption that √2 = a/b is wrong.
റൂട്ട് 2 ഈക്വൽ ടു എ ബൈ ബി എന്നുള്ള അസംഷൻ തെറ്റായിരുന്നു. അതിനർത്ഥം എന്താണ്? റൂട്ട് 2 ഈസ് നോട്ട് റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ റൂട്ട് 2 റാഷണൽ നമ്പർ അല്ല, അതായത് റൂട്ട് 2 ഇർറാഷണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റൂട്ട് 3 ചോദിച്ചാലും ശരി, റൂട്ട് 5, റൂട്ട് 7 എന്ത് ചോദിച്ചാലും സെയിം പാറ്റേണിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് പ്രൈം നമ്പർ ആണെന്ന് റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ഫസ്റ്റ് റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യും. റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എ ബൈ ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം, വേർ എ ആൻഡ് ബി ആർ കോപ്രൈം. എയും ബിക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. ഇപ്പോൾ റൂട്ട് 2 2 ആകും, ഇവിടെ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എ സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തെഴുതാം? എനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു സി എന്നുള്ള നമ്പർ കിട്ടുമെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഇക്വേഷൻ എഴുതാം. ഈ ഇക്വേഷനും മുകളിലുള്ള ഇക്വേഷനും, ഓക്കെ, ഈ ഇക്വേഷനും ഇതിന് രണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിൽ എ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ 2b സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? ബീനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്കും ബിക്കും 1 മാത്രമല്ല 2 എന്നുള്ളതും ഒരു കോമൺ ഫാക്ടറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനീഷ്യലി എടുത്ത അസംഷൻ തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനർത്ഥം എന്താണ്? റൂട്ട് 2 ഇർറാഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ വന്നാലും ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.